നിന്നെ അതിശയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ഇന്ന് പകൽ ഈ ജൂൺ മാസം പ്രതികൂലമാണെന്ന് കാലാവസ്ഥ വിളിച്ചു പറയുമ്പോൾ, സാഹചര്യം വിളിച്ചു പറയുമ്പോൾ, ദൈവം പറയുന്നു, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കരുതൽ. അബ്രഹാമിനോട് ദൈവം പറയാ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയെ കൊണ്ട് യാഗം കഴിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോ അബ്രഹാമിന് ഒരു സംശയമില്ലായിരുന്നു. അബ്രഹാമിന് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റി. ഇത് ദൈവമാ പറയുന്നെന്ന് അബ്രഹാമിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറയാ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ഞാൻ കാണിക്കാനിരിക്കുന്ന മലയെ കൊണ്ട് ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അതിരാളത്തെ എഴുന്നേറ്റു. അബ്രഹാം ദൈവ ശബ്ദത്തോട് പ്രതികരിക്കാൻ തുടങ്ങി. അബ്രഹാമേ, നിന്നോടിത് പറയുമ്പോൾ നിനക്കെങ്ങനെ ഒരു ഉറപ്പുണ്ട്? പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞിനെ അവൻ യാഗപീഠത്തിന്മേൽ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി തീയിട്ട് കത്തിച്ച് ചാരമാക്കാണ്. നിനക്കെങ്ങനെ ഉറപ്പുണ്ട്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. പിന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും. സകലതും നന്മയ്ക്കായി തന്നെ, സകലതും നന്മയ്ക്കായി തന്നെ, സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാടെ. ആമേൻ. 3 ദിവസത്തെ യാത്ര ചെയ്ത് അവർ കണ്ട ആ മോരിയ മല കണ്ടു. ആമേൻ. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലും ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം, അതുവരെ കുഴപ്പമില്ല. ആമേൻ. വിറകും കത്തിയും ബാലൻ്റെ കൈ വിറക് കൊടുത്തു, തീയും കത്തിയും താനെടുത്തു. ആമേൻ. പുറപ്പെടുമ്പോൾ മകൻ ആമേൻ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുക, അപ്പാ തീയും വിറകുമുണ്ട്, യാഗത്തിനുള്ള മൃഗമോടെ. അപ്പ ഇസഹാക്കിനറിയാം യാഗത്തിന് എന്ത് വേണമെന്ന്. ആരാധനയെക്കുറിച്ച് നല്ല ബോധ്യം ഇസഹാക്കിനുണ്ടായിരുന്നു. നിന്റെ തലമുറക്ക് ആരാധനയെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകണം. നിന്റെ മക്കൾക്ക് ആരാധനയ്ക്കുള്ള വസ്തുക്കൾ എന്തൊക്കെ വേണമെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആമേൻ. യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ആമേൻ സ്തോത്രം അബ്രഹാമിനോട് ചോദിച്ചപ്പോൾ അബ്രഹാം ഒന്നും പതറിയില്ല. അബ്രഹാം പറഞ്ഞു, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ഇന്നൊരു ദൂത് പറയാ, മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോണം, ദൈവം നോക്കും, ദൈവം നോക്കും, ദൈവം നോക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം നോക്കുക, തലമുറയ്ക്ക് വേണ്ടി ദൈവം നോക്കുക. അപ്പാ എനിക്ക് ഇന്ന കോളേജ് അഡ്മിഷൻ വേണം, പണമുണ്ടോ? വിശ്വസിക്കുമോളെ, ദൈവം നോക്കിക്കോളും. വിശ്വസിക്കും മകനെ, ദൈവം നോക്കിക്കൊള്ളവ. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവം നോക്കിക്കൊള്ളവ. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി എന്റെ കർത്താവ് നോക്കിക്കൊള്ളുക, ദൈവം നോക്കിക്കൊള്ളുക. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ ദേഹത്തുണ്ടെങ്കിൽ ശക്തിയോടെ പറഞ്ഞാട്ടെ, അവൻ നോക്കിക്കൊള്ളുക. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. യാഗപീഠം പണിതു, ഒരനക്കവും ഇല്ല. വിറകടുക്കി, ഒരനക്കവും ഇല്ല. ബാലനെ പിടിച്ച് കെട്ടി യാഗപീഠത്തെ കിടന്നു. ഒന്നും മിണ്ടുന്നില്ല. കത്തിയെടുത്തപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നീ നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം മല കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഒരു ആട്ടുകൊറ്റനെ അവിടെ കൊണ്ടുവന്ന് കുടുക്കിയിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ദൈവം ഇങ്ങനെ ഒരുക്കി വെച്ചെങ്കിൽ, ആ പർവ്വത മുകളിൽ ദൈവം ഒരുക്കി വെച്ചെങ്കിൽ, ആ പർവ്വതത്തിന്റെ മുകളിൽ കുടുക്കി വെച്ചെങ്കിൽ, ഈ ജൂൺ മാസം നിനക്ക് വേണ്ടി കുടുക്കി വെച്ചതാ, ഈ മാസം ജൂൺ മാസം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതാ. ദൈവത്തിന്റെ കൃപയാൽ നിന്റെ കുടുംബത്തിൽ അത് ദൈവം തരാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജൂൺ മാസത്തിൽ ദൈവം ഒരുക്കി വെച്ചത് നീ കാണുന്ന മാസമാണ്.
ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻ. പിടിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പിടിച്ചോ. പിടിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പിടിച്ചോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമാ. അവൻ ഒരു ആട്ടുകൊറ്റനെ ഒരുക്കി കൊടുത്തു. ഈ മാസം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിച്ചതിനേക്കാൾ വലിയത്, നീ വിശ്വസിച്ചതിനേക്കാൾ വലിയത്, നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയത് ഈ മാസത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്ന മാസമാണ്. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ. വിശ്വാസമുണ്ടെങ്കിൽ ശക്തിയോടെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിന്റെ പരീക്ഷ സമയത്ത് നീ പറഞ്ഞ വിശ്വാസത്തെക്കാൾ വലിയത് നിനക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഈ ജൂൺ മാസം അവസാനിക്കുമ്പോൾ ഒരത്ഭുത സാക്ഷിയായിട്ട് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന മാസമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ തലമുറ ചാരമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ ശൂന്യമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ ദൈവിക കരുതൽ. ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, നീ ചോദിച്ചതിനും നിരച്ചതിനും അത്യന്തപരമായി ചെയ്യുന്ന കർത്താവ് നിന്റെ പരീക്ഷണ അവസ്ഥയിൽ നീ പ്രതീക്ഷിക്കാത്തത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ നിന്നെ അതിശയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ഇന്ന് പകൽ ഈ ജൂൺ മാസം പ്രതികൂലമാണെന്ന് കാലാവസ്ഥ വിളിച്ചു പറയുമ്പോൾ, സാഹചര്യം വിളിച്ചു പറയുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുതൽ. കർത്താവ് പറഞ്ഞു, നീ വിശ്വാസത്തിന് ഇറങ്ങി പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വാസത്തിന്റെ നായകനാ. ഞാൻ നിനക്ക് മുമ്പേ ഇറങ്ങി നിന്നിട്ട് നീ പറഞ്ഞ ആട്ടിൻകുട്ടിയല്ല, ഒരാട്ടുകൊറ്റനെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഈ 2025 ജൂൺ മാസം നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലോ നിന്റെ ശുശ്രൂഷയുടെ മേലോ കർത്താവ് ചൊരിയുന്ന. ആമേൻ.